Hello, all. Thank you so much for joining in today for this exciting session on free education brought to you by SPAN International, the most trusted Europe study experts. My name is Deepak, business partner at SPAN. ഇപ്പോൾ അബ്രോഡ് സ്റ്റഡീസ് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണല്ലോ അല്ലേ. സ്റ്റഡി അബ്രോഡ് നോക്കുന്നവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് USA, കാനഡ, UK, ജർമ്മനി, സ്വീഡൻ, ഓസ്ട്രിയ, ഫ്രാൻസ്, ന്യൂസിലൻഡ്, അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കിടക്കുകയാണ്. ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, 2020 2.5 ലക്ഷം ഇന്ത്യൻ സ്റ്റുഡൻസ് അബ്രോഡ് സ്റ്റഡിക്ക് പോയെങ്കിൽ 2023 ആയപ്പോൾ 9 ലക്ഷം സ്റ്റുഡൻസ് ആണ് അബ്രോഡ് സ്റ്റഡിക്ക് പോയിട്ടുള്ളത് അല്ലെ. 2026 അടുത്ത വർഷം ആകുമ്പോഴേക്കും 2.5 ഇരട്ടി, അതായത് 18 ലക്ഷം സ്റ്റുഡൻസ് ആണ് അവരുടെ പഠനത്തിനായി വിദേശത്ത് പോകും എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രവചിക്കുന്നത്. അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പല ബെനിഫിറ്റ്സും ആൻഡ് റെലവൻസ് എന്താണ് എന്ന് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് UK, കാനഡ പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിരുന്നു. പക്ഷേ 2023 ഓൺവേർഡ്സ് യൂറോപ്യൻ കൺട്രീസിലേക്ക് ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ ഒന്ന് പരിശോധിക്കാം. വൈ, എന്തുകൊണ്ട് യൂറോപ്പ്? 2020 ഇത്രയധികം കയറി നിന്ന രാജ്യങ്ങളായ UK ആൻഡ് കാനഡ 2024 ആകുമ്പോഴേക്കും എന്തുകൊണ്ട് ഡൗൺ ആയി എന്ന് പരിശോധിച്ചാൽ, കാനഡ ആൻഡ് UK വന്ന നിരവധി റൂൾ ചേഞ്ചസ് കാരണവും യൂറോപ്പിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് സ്റ്റുഡൻസിന് മനസ്സിലായതുകൊണ്ടും യൂറോപ്പ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഫേവററ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് ഫ്ലോ നല്ല രീതിയിൽ അങ്ങ് കൂടിയിരിക്കുകയാണ്. അതുപോലെ അബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയ UK, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ 15 to 20 lakhs ഓളം ചെലവ് വരുന്നതായി നമുക്ക് കാണാം. എന്നാൽ യൂറോപ്പിൽ ഇതേ സെയിം കോഴ്സസ് അപ് ടു 100% സ്കോളർഷിപ്പിൽ പഠിക്കാൻ അവസരങ്ങൾ കാണുമ്പോൾ അവർ വൈസ്ലി ആ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഫണ്ട് ഉള്ളവരാണെങ്കിലും ഫണ്ട് ഇല്ലാത്തവരാണെങ്കിലും യൂറോപ്പിലെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടാനും അതും സ്കോളർഷിപ്പിൽ പഠിക്കാൻ ജർമ്മനി ഓർ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ അതിശയമൊന്നുമില്ല. പ്രത്യേകിച്ചും കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ മാസ്റ്റേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അവരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ക്യാപ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും SDS സ്കീം നിർത്തലാക്കുകയും ചെയ്തപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് യൂറോപ്പിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ആദ്യമത്തെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റഡി അബ്രോഡിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡ് ഔട്ട് വിത്ത് ആൻ ഇൻ്റർനാഷണൽ ഡിഗ്രി ആൻഡ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് അല്ലേ. നിങ്ങളുടെ CV വളരെയധികം എൻറിച്ച്ഡ് ആവും. ഒരു ഇൻ്റർനാഷണൽ ഡിഗ്രി നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്പോഷർ നിങ്ങൾക്കുണ്ട്, ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് നിങ്ങൾ ഈ ഡിഗ്രീസ് എടുക്കുന്നത്. യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എടുത്താൽ അതിൽ 5 യൂണിവേഴ്സിറ്റീസും യൂറോപ്പിലാണ്. ഇനി 100 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ എടുത്താലും 31 യൂണിവേഴ്സിറ്റീസും യൂറോപ്പിൽ തന്നെയാണുള്ളത് അക്കോർഡിംഗ് ടു QS വേൾഡ് റാങ്കിങ്സ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ട്യൂഷൻ ഫീ ആൻഡ് വൈഡ് റേഞ്ച് ഓഫ് സ്കോളർഷിപ്സ് ആണ്. യൂറോപ്പിൽ ജർമ്മനിയിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പിൽ പഠിക്കാം. അതുപോലെ ഓസ്ട്രിയയിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള പല സ്കീംസും അവിടെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ പറയാൻ പോവുകയാണ്. മൂന്നാമത്തെ പോയിന്റ്, കൾച്ചറൽ ഡിവേഴ്സിറ്റി. യൂറോപ്പ് എന്ന് പറയുമ്പോൾ വളരെ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള ഒരു സ്ഥലമാണ്, അറിയാമല്ലോ. പല കൺട്രീസിൽ നിന്ന് വരുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഓൾസോ 29 ഷെങ്കൻ കൺട്രീസിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാം. അവിടുത്തെ പല പല കൾച്ചേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാം. ആൻഡ് യു ക്യാൻ ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ അതർ കൾച്ചേഴ്സ്, ട്രഡീഷൻസ് ആൻഡ് ക്യുസീൻസ്. പഠനത്തിനോടൊപ്പം വർക്ക് ഓപ്പർച്യൂണിറ്റീസും അവിടെ അവൈലബിൾ ആണ്. അതായത് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് അവിടെ പല ജോബ്സ് അവൈലബിൾ ആണ്. ആൻഡ് സമ്മർ ബ്രേക്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്യാനുള്ള പല ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഈ 29 കൺട്രീസിലും ഇതുപോലെ തന്നെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് നിരവധിയുണ്ട്. ആൻഡ് വിച്ച് ഇസ് സച്ച് എ ഗ്രേറ്റ് തിങ്. ആൻഡ് അടുത്ത പോയിന്റ് മേ ബി ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും, വിച്ച് ഇസ് ദ ഷെങ്കൻ വിസ അല്ലേ. അപ്പോൾ 29 കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുകയാണ്. നിങ്ങൾക്ക് ഏത് കൺട്രി വേണമെങ്കിലും സഞ്ചരിക്കാം. ലൈക്ക് സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, ഓസ്ട്രിയ, ഇറ്റലി, ഏത് രാജ്യവും വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സഞ്ചരിക്കാനും അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും.
ആൻഡ് യു മൈറ്റ് ഓൾസോ നോ ദാറ്റ് യൂറോപ്പ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. ഓഫ് കോഴ്സ് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഗുഡ് എയർ, ഗുഡ് ട്രാൻസ്പോർട്ട്, ഗുഡ് ബിൽഡിങ്സ്, ഗുഡ് റോഡ്, എവറിത്തിങ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ടോപ്പ് നോച്ച്. ആൻഡ് മറ്റൊരു പ്രത്യേകത, ഈ ഫ്രീ എഡ്യൂക്കേഷൻസ് തരുന്ന കൺട്രീസിൽ 100% ഇംഗ്ലീഷ് ടോട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. വിത്തൗട്ട് ജർമ്മൻ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പിൽ പഠിക്കാം. ടേക്ക് യു സ്പൗസ് അലോങ് വിത്ത് യു. നിങ്ങൾ ഫാമിലി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഫുൾ ടൈം വർക്ക് പെർമിറ്റ് അവിടെ കിട്ടുന്നതായിരിക്കും. മറ്റൊരു സംശയം, ഫ്രീ എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണോ? അതായത് +2 കഴിഞ്ഞിട്ടും ഫ്രീ എഡ്യൂക്കേഷൻ കോഴ്സസ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും +2 കഴിഞ്ഞിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓസ്ട്രിയയിൽ നിരവധി കോഴ്സുകൾ സച്ച് ആസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കെമിസ്ട്രി, ബയോളജി, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള പല കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ജർമ്മനിയിലാണെങ്കിൽ ഒരു 1 ഇയറിൻ്റെ സ്റ്റുഡൻറ് കൊളീഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, വിച്ച് ഇസ് പെയ്ഡ്, അത് ചെയ്ത് കഴിഞ്ഞാൽ എനി ഡിഗ്രി നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ജർമ്മനിയിൽ 13 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 12th കഴിഞ്ഞിട്ട് 1 വർഷത്തെ സ്റ്റുഡൻറ് കൊളീഗ് പ്രോഗ്രാം അവിടെ ചെയ്യുന്നത്. ആൻഡ് വൺ മോർ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഒരു ഡിഗ്രി എടുത്ത ആൾക്കാരാണ്, പക്ഷെ വളരെ മാർക്ക് കുറവാണ്, അതുകൊണ്ട് അവർക്ക് മാസ്റ്റേഴ്സ് വേറെ എങ്ങും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ജർമ്മനിയിൽ ഒരു UG കോഴ്സ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട്. അവർ സ്റ്റുഡൻറ് കൊളീഗ് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു UG കോഴ്സ് തന്നെ എടുക്കാവുന്നതാണ്. ആൻഡ് മാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ്, PG കോഴ്സസ് എന്തൊക്കെയാണ് അവൈലബിൾ എന്ന് നോക്കാം. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി, ഫിലോസഫി, ലിറ്ററേച്ചർ, അതുപോലെ സോഷ്യൽ സയൻസസ്, സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് സൈക്കോളജി, അതുപോലെ നാച്ചുറൽ സയൻസസ്, ഇപ്പം മാത്തമാറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി, എൻവയൺമെൻറ്റൽ സയൻസസ്. എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓൾസോ IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ജർമ്മനി ആൻഡ് ഓസ്ട്രിയയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ എഡ്യൂക്കേഷന് പോകുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ ചിലവ് നമുക്ക് വളരെയധികം മിനിമൽ ആയിരിക്കും. എങ്കിലും ഫണ്ട്സിന് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഫണ്ട്സിന് ഇഷ്യൂ ഉള്ളവർക്ക് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് HDFC, ക്രെഡില, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ലോണുകൾ നമുക്ക് അസിസ്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അല്ലേ? അപ്പോൾ 1 വീക്കിൽ 20 hours ലിമിറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് 1 hourൽ തന്നെ നിങ്ങൾക്ക് 9 to 12 euros നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ് അല്ലേ? പെർ അവർ നിങ്ങൾക്ക് ഇഫ് യു സ്മാർട്ട് ഇനഫ് more than 12 euros നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. സ്റ്റേ ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഠനം കഴിഞ്ഞ് നിങ്ങൾക്ക് 1.5 years ജർമ്മനിയിൽ സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓസ്ട്രിയ ആണെങ്കിൽ നിങ്ങൾക്ക് 1 year സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. ആൻഡ് എങ്ങനത്തെ കോഴ്സസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. അതായത് ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ UG കോഴ്സസ് 3 or 4 year ഡിഗ്രി കോഴ്സസ് ആണ്. അതുപോലെ മാസ്റ്റേഴ്സ് 2 ഇയേഴ്സിൻ്റെ മാസ്റ്റേഴ്സ് ആണ് വരുന്നത്. പ്രൈവറ്റിലാണെങ്കിൽ 1 year മാസ്റ്റേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് മേജർ ഇൻടേക്സ് എന്ന് പറയുമ്പോൾ വിൻ്റർ ആൻഡ് സമ്മർ ഇൻടേക്ക് ആണ്. വിൻ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സെപ്റ്റംബർ, ഒക്ടോബർ റേഞ്ചിൽ വരും. അതുപോലെ സമ്മർ എന്ന് പറയുമ്പോൾ ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയത്താണ് സമ്മർ ഇൻടേക്ക് വരുന്നത്. ആർക്കൊക്കെ ഈ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മിനിമം നിങ്ങളൊരു 12th പാസ് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ഒരു മിനിമം 60% മാർക്സ് നമുക്ക് ഇവിടെ വേണം. ബിക്കോസ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പലയിടത്തും അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60% മാർക്ക് നമ്മൾ മിനിമം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് നോ ഏജ് ലിമിറ്റ്. അവിടെ പഠനത്തിന് അങ്ങനെ ഒരു ഏജ് ഇല്ല, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അവിടെ ഏജ് ലിമിറ്റ് അങ്ങനെ പറയാറില്ല. ഓക്കെ, സോ ലുക്കിംഗ് ഫോർ ഫാമിലി മൈഗ്രേഷൻ. യെസ്, ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് സ്റ്റുഡൻറ്റ് വിസ ആണ് ഏറ്റവും ഈസിയസ്റ്റ് വേ ഒരു കൺട്രിയിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. സോ ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് സ്റ്റഡി ദെയർ അലോങ് വിത്ത് യുവർ സ്പൗസ്. ആൻഡ് ഓൾസോ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദ സ്റ്റഡീസ് നിങ്ങൾക്ക് അവിടെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് നമ്മുടെ 2 to 4 years അവിടെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് PR അപേക്ഷിക്കാം. അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി പഠിത്തമൊക്കെ കഴിഞ്ഞു, യു ആർ ഓൾറെഡി ആൻ എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ അല്ലേ? അങ്ങനെ ഉള്ളവർക്കും ഫ്രീ എഡ്യൂക്കേഷൻ അവൈലബിൾ ആണ്. പിന്നെ എനി ഡിഗ്രി അവിടെ ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പം ജർമ്മനിയിലാണെങ്കിലും more than 400 യൂണിവേഴ്സിറ്റീസ് അവിടെ അവൈലബിൾ ആണ്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അവിടെ നിങ്ങൾക്ക് നിരവധി കോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ ഓസ്ട്രിയയിലും നിരവധി കോഴ്സസ് അവൈലബിൾ ആണ്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IELTS നമ്മൾക്കൊരു മിനിമം 6 എങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബിക്കോസ് അവിടെ ജർമ്മനിയിൽ പ്രത്യേകിച്ച് മാൻഡേറ്ററി ആണ്. ആൻഡ് ഓസ്ട്രിയയിൽ നമുക്ക് IELTS അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാൻഡേറ്ററി അല്ലെങ്കിലും 2 മന്ത്സിനുള്ളിൽ IELTS സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ജർമ്മനിയിലും ചില യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് IELTS ഇല്ലെങ്കിലും വിസ ടൈമിന് മുമ്പായിട്ട് നമ്മളുടെ കയ്യിൽ IELTS ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് മാസ്റ്റേഴ്സിന് അപേക്ഷിക്കുന്നവരും ബാച്ചിലേഴ്സിന് അപേക്ഷിക്കുന്നവരുടെയും ഒരു കമ്പാരിസൺ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടിനും, അതായത് നിങ്ങളുടെ പ്രീവിയസ് സ്റ്റഡിയിൽ ഒരു 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മിനിമം ഒരു 6 IELTS നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ട്യൂഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പിൽ, അതായത് 0 ട്യൂഷൻ ഫീയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഓസ്ട്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു €750 മാത്രമേ അവിടെ ചിലവാകുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഫ്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 67,000 70,000 രൂപ കൂടുതൽ ഒരു സെമ്മിന് ചിലവാകുന്നില്ല എന്നുള്ളതാണ് സത്യം. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 3 to 4 ഇയേഴ്സിൻ്റെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമും അതുപോലെ 1 to 2 ഇയേഴ്സിൻ്റെ മാസ്റ്റേഴ്സും അവൈലബിൾ ആണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ കൺട്രീസിൽ. അപ്പോൾ ഇത്ര നേരം ഫ്രീ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂറോപ്പിലെ 2 കൺട്രീസ്, വിച്ച് ഇസ് ജർമ്മനി ആൻഡ് ഓസ്ട്രിയ, ഈ 2 കൺട്രീസും വളരെ അടുത്താണ്. അതായത് ബോർഡർ ഷെയറിംഗ് ആയിട്ടുള്ള 2 കൺട്രീസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ലെറ്റ് us ഡൈവ് മോർ ഇൻ ടു ഈച്ച് കൺട്രി. ഇപ്പോൾ ജർമ്മനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഉള്ളത്, 100% സ്കോളർഷിപ്പിൽ പഠിക്കാം. ആൻഡ് ജർമ്മനി ഏറ്റവും യൂറോപ്പിലെ നമ്പർ 1 ടോപ്പ് എക്കോണമിയാണ്, അല്ലേ? വേൾഡിലെ തന്നെ 3rd പ്ലേസ് ആണ് അതിനുള്ളത്. എക്കോണമി അത്രയും സ്ട്രോങ്, ഇത്രയും ചെറിയ രാജ്യമാണെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കോണമി ഉള്ള ഒരു രാജ്യമാണ്, അല്ലേ? ആൻഡ് യെസ്, ഈവൻ ദോ ജർമ്മനിയിലെ ജർമ്മൻ ഭാഷയാണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നതെങ്കിലും നമ്മൾ 100% ഇംഗ്ലീഷ് ടോട്ട് കോഴ്സസ് ആണ് അവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് പോലെ തന്നെ ജർമ്മനിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാൽ മതിയാവും, വിത്തൗട്ട് ജർമ്മൻ. ജർമ്മനിയിലെ ബ്രാൻഡ്സിനെ കുറിച്ച് നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട്, അല്ലേ? അതായത് മെഴ്സിഡീസ് ബെൻസ്, BMW, പോർഷ്, ഫോക്സ് വാഗൻ, അതുപോലെ പ്യൂമ, അഡിഡാസ്, അങ്ങനെയുള്ള നിവ്യ, അങ്ങനെ ഒത്തിരി കമ്പനീസ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രൊഡക്ട്സ് ജർമ്മൻ ഒറിജിനേറ്റഡ് ആണ്. ആൻഡ് കാർ എന്തൂസിയസ്റ്റിന് കാണാൻ പറ്റുന്ന ഇഷ്ടം പോലെ കാർ മ്യൂസിയംസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്, വിച്ച് ഇസ് എ ഗ്രേറ്റ് ട്രിപ്പ്. ജർമ്മനിയിൽ മാത്രമുള്ള ഒരു പ്രോസസ്സാണ് APS എന്ന് പറയുന്നത്. APS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിലുള്ള നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതുപോലെ ഇൻടേക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് ആൻഡ് സെപ്റ്റംബർ, അതായത് സമ്മർ ആൻഡ് വിൻ്റർ എന്ന് പറയും. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 60% മാർക്ക് വേണം, മിനിമം IELTS 6 എങ്കിലും വേണം. ആൻഡ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഫീ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫീ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം കൊടുക്കേണ്ടതായിട്ട് വരും. 150 to 350 euros വരെ മാക്സിമം അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, ജർമ്മനിയിൽ നമുക്ക് 1.5 to 2 ഇയർ വരെയുള്ള മാസ്റ്റേഴ്സ് കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ജർമ്മനിയിൽ ഇഷ്ടംപോലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എങ്കിലും കുറച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ പലരും ചോദിക്കാറുണ്ട് അവിടെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പാർട്ട് ടൈംസ് ഒക്കെ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് അവിടുത്തെ ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് 9 വർഷത്തിനുള്ളിൽ 70 ലക്ഷം തൊഴിലാളികളെ വേണം. ആൻഡ് അതിനായിട്ട് തന്നെ അവർ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു വിസ വരെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് IELTS ഒന്നും ഇല്ലെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആൾക്ക്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. എന്നിട്ട് 1 ഇയറിലേക്ക് അതായത് ഒരു ജോബ് ഫൈൻഡിങ് വിസയാണത്. അത് 1 ഇയറിലേക്ക് നമുക്ക് ജർമ്മനിയിൽ ചെന്ന് ജോബൊക്കെ കണ്ടുപിടിച്ച് നമുക്കവിടെ സെറ്റിൽ ആവാനുള്ള കാര്യങ്ങളാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് അവസരം തരുന്നത്. ആൻഡ് ഓൾസോ ഈ 2024 തന്നെ 2500 ഓപ്പർച്യൂണിറ്റി കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അതിൽ 31% ഇന്ത്യൻസിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ത്യൻസിന് വളരെയധികം അവിടെ വെയിറ്റേജ് അവിടുത്തെ ഗവൺമെൻറ് കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്ത്യൻസിന് അവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉണ്ട് എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം.
അതുപോലെ ഒരു കാര്യം, ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് നമ്മൾ ജർമ്മൻ ഭാഷയൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ജർമ്മൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് പഠിക്കാം. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് ജർമ്മൻ എങ്കിലും അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും അവിടെ സോഷ്യലൈസ് ചെയ്യാനും പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ചെയ്യാനും ഒക്കെ അത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ മീൻ വൈൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല ടൈം നിങ്ങൾക്ക് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നമ്മളുടെ ജർമ്മനിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബോർഡറിംഗ് കൺട്രി ആയ എന്നാൽ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷൻ തരുന്ന ഓസ്ട്രിയനെ കുറിച്ച് സംസാരിക്കാം. ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്നയാണ്. അവിടെയും ജർമ്മൻ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും കാരണവശാൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓസ്ട്രിയയിൽ അതേപോലെയുള്ള അവസരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജർമ്മൻ ഭാഷ ഏകദേശം പഠിച്ച ആളുകൾക്കൊക്കെ ഇവിടെ അത് വളരെയധികം ഉപകാരപ്പെടും. മനസ്സിലായില്ലേ? അവിടുത്തെ കറൻസിയും ജർമ്മനി പോലെ തന്നെ യൂറോയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള മറ്റൊരു കൺട്രിയാണ് ഓസ്ട്രിയ. ഏറ്റവും അധികം ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. മെയിൻ സിറ്റി വിയന്ന തന്നെയാണ്. അതുപോലെ ഗ്രാസ്, സാൽസ്ബർഗ്, ലിൻസ്, ഇൻസ്ബ്രുക്ക്, ക്ലാഗൻഫർട്ട് ഒക്കെ അവിടുത്തെ മെയിൻ സിറ്റീസ് ആണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് വിയന്ന ആൻഡ് ഗ്രാസ് പോലുള്ള മെയിൻ സിറ്റീസിലാണ് പഠിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞു ചോദ്യമാണ്, എന്ത് ബിൽഡിംഗ് ആണ് ഇത്? ആക്ച്വലി ഇത് ഓസ്ട്രിയയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. എന്തായിരിക്കും ഈ ബിൽഡിംഗ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒരു ക്ലൂ തരാം, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. ഇത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ടോപ്പ് ഡിസൈനേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഗവൺമെൻറ് ഈ പഠനത്തിനായിട്ട് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ബിക്കോസ് ഓസ്ട്രിയ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, വെൽത്തിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് അടിച്ചാൽ ഏറ്റവും ടോപ്പ് 10 തന്നെ, മേ ബി ടോപ്പ് 5 തന്നെ ഓസ്ട്രിയയുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. വിയന്ന വാസ് റാങ്ക്ഡ് ആസ് ദ സിറ്റി വിത്ത് ദ വേൾഡ്സ് ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ്. മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ്, ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ള ഒരു സിറ്റി ആയിട്ടാണ് വിയന്ന പറയപ്പെടുന്നത്. നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഓസ്ട്രിയ എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് യൂറോപ്പാണ്. അതായത് ഏറ്റവും സെൻട്രൽ പൊസിഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ 29 കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ആക്സസ് വളരെ ഈസിയാണ്. ആൻഡ് അവിടെ ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയാൻ കാരണം തന്നെ അവിടുത്തെ എഡ്യൂക്കേഷൻ്റെ പാരമ്പര്യമാണ്. അതായത് 500 to 600 ഓൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അവിടെ ഇപ്പോഴും ലെജൻഡറി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അവിടെ ഉണ്ട്. വിച്ച് ഈസ് എന്താ പറയുക, വേൾഡിലെ തന്നെ 142nd റാങ്ക് വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും എന്താ പറയുക ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഹൈ റാങ്കിങ് ആണ്. ആൻഡ് സ്പാനിൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ആൻഡ് വൺ ലവ്ലി ആൻഡ് ഹാപ്പി തിങ് അബൌട്ട് ഓസ്ട്രിയ ഇസ്, നമ്മളുടെയൊക്കെ നാട്ടിൽ പൊതുവെ മന്ത്ലി സാലറിയാണ് അല്ലേ? അതായത് ഒരു വർഷം 12 മാസമാണല്ലോ. അപ്പോൾ 12 മാസത്തെ സാലറിയാണ് നമുക്ക് ഒരു വർഷം കിട്ടുന്നത്. പക്ഷേ ഓസ്ട്രിയയിൽ ഒരു വർഷം 14 മാസത്തെ സാലറിയാണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്നല്ലേ? എക്സ്ട്രാ 2 മാസത്തെ സാലറി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്മസ് ആൻഡ് വെക്കേഷൻ സാലറി ബോണസ് ആയിട്ടാണ് അവരവരുടെ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടലി 14 മന്ത്സിൻ്റെ സാലറി നമുക്ക് 1 ഇയറിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓസ്ട്രിയയിൽ നിന്ന് ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലേറ്റവും പരിചിതമായിട്ടുള്ളത് തീർച്ചയായിട്ടും റെഡ് ബുൾ, അതുപോലെ KTM, അതായത് നമ്മളുടെ ഡ്യൂക്കിൻ്റെ ബൈക്കിൻ്റെ കമ്പനി KTM, അതുപോലെ സ്വരോസ്കി, അതൊരു ജ്വല്ലറി ബ്രാൻഡാണ് അല്ലേ? ഇങ്ങനെയുള്ള ബ്രാൻഡ്സ് ഒക്കെ വളരെയധികം പോപ്പുലറാണ്. അതുപോലെ OMV എന്ന് പറയുന്ന അവിടുത്തെ ഒരു പെട്രോളിയം ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. ആൻഡ് ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനി ആൻഡ് ഓസ്ട്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. ഓക്കെ, 2 കൺട്രീസിലും ലിവിങ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ കുറച്ച് ഫണ്ട് വേണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ജർമ്മനിയുടെ കേസിലാണെങ്കിൽ അത് 11 lakh rupees, ഓൾമോസ്റ്റ് 10.5 to 11 lakh rupees. അതുപോലെ ഓസ്ട്രിയയുടെ കേസിൽ ബിലോ 24 years ആണെങ്കിൽ നിങ്ങൾക്ക് 12 lakhs, അബോവ് 24 years ആണെങ്കിൽ 18 lakhs നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് ഫണ്ട്സ് ആയിട്ട്, അതായത് ലിവിങ് എക്സ്പെൻസസ്
നായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ജർമ്മൻ ബാങ്ക് അക്കൗണ്ടിലാണ് നമ്മൾ ഈ ഫണ്ട് കാണിക്കേണ്ടത്. അതായത് ജർമ്മൻ ബാങ്ക് അക്കൗണ്ടിൽ 1 ഇയറിലേക്ക് നമ്മളത് ബ്ലോക്ക് ചെയ്തിടുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയും. ബേസിക്കലി ഈ ഒരു എമൗണ്ടിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മളുടെ ബാങ്കിൽ സേഫ് ആയിട്ട് കിടക്കുന്ന ഒരു എമൗണ്ടാണിത്. ഒന്നെങ്കിൽ 1 ഇയർ കഴിഞ്ഞത് മൊത്തമായിട്ട് നമുക്ക് പിൻവലിക്കാവുന്ന ഒരു എമൗണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി 85,000 റുപ്പീസ് വെച്ച് മന്ത്ലി നമുക്ക് പിൻവലിക്കാവുന്ന എമൗണ്ടാണിത്. അപ്പം ഓസ്ട്രിയയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലത്തെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ എമൗണ്ട് നമുക്ക് കാണിച്ചാൽ മതിയാവും. സോ ജർമ്മനിയിലെ ജർമ്മൻ ബാങ്ക് അക്കൗണ്ടിലും ഓസ്ട്രിയയിൽ നമ്മുടെ നാട്ടിലത്തെ അക്കൗണ്ടിലും പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിച്ചാൽ മതിയാവും. സോ 2 സ്ഥലത്തും ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ചെലവ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അല്ലേ. അപ്പം റഫ്ലി പറയുകയാണെങ്കിൽ ഒരു 5 lakhs 4 to 5 അല്ലെങ്കിൽ മിനിമം ഒരു 6 ലക്ഷം രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. ആൻഡ് ജർമ്മനിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടും കൂടെ അതിനകത്ത് ആഡപ്പ് ആയി വരും. അതായത് ഒരു വർഷം നിങ്ങൾ ജർമ്മൻ ബാങ്ക് അക്കൗണ്ടിൽ ഇടേണ്ട 10.5 to 11 lakh റുപ്പീസ് അതും കൂടെ ചേർത്ത് നോക്കുവാണെങ്കിൽ ഒരു 15 to 16 lakh റുപ്പീസ് നമുക്ക് ഇനീഷ്യലി വേണ്ടി വരും. ബട്ട് 1 ഇയർ കഴിയുമ്പം ഈ 10.5 to 11 lakhs നമുക്ക് പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ടോട്ടൽ ചിലവ് ഒരു രണ്ടിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ജർമ്മനി ആൻഡ് ഓസ്ട്രിയ പോലെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വേറെ കൺട്രീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. സോ യെസ്, ഫിൻലൻഡ് എന്ന രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഫിൻലൻഡ് ഇസ് കൺസിഡേർഡ് ആസ് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഓക്കെ, സോ ഫിൻലൻഡിലും നമുക്ക് 100% സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ സ്പൗസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് പാർട്ട് ടൈം വർക്ക് അവിടെ 30 hours വരെ അലൗബിൾ ആണ് പെർ വീക്ക്. ആൻഡ് നമുക്ക് 2 year സ്റ്റേ ബാക്ക് ഉണ്ട്. ആൻഡ് അതിൻ്റെ കുറച്ച് എലിജിബിൾ പ്രോഗ്രാംസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് മാസ്റ്റേഴ്സ് ഇൻ ലൈഫ് സയൻസ്, ഫോറസ്ട്രി, ടീച്ചിങ്, IT, CS, മെക്കാനിക്കൽ, EEE, EC, ഫിസിക്സ്, ബിസിനസ്, ഈ സ്ട്രീമുകളിലെല്ലാം നമുക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഇതിനെല്ലാം ഒരു ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ 2025 ഇൻടേക്കിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് 12th കഴിഞ്ഞിട്ട് ഓസ്ട്രിയയിൽ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ November 30th ആണ് നിങ്ങളുടെ ഡെഡ് ലൈൻ. സോ അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ 2025 ഇൻടേക്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. സോ കൺസിഡർ ദിസ് ആസ് ലാസ്റ്റ് ചാൻസ്. സോ ഈ ഡെഡ് ലൈന് മുമ്പ് തന്നെ ആപ്ലിക്കേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി സ്പാൻ ഇന്റർനാഷണൽ വരികയാണ് ഒരു എക്സ്പോയുമായിട്ട്. ഓക്കെ, November 25th ഒലിവ് ഡൗൺ ടൗൺ കൊച്ചിയിലും November 26th തൃശ്ശൂർ ദാസ് കൺവെൻഷൻ സെൻറ്ററിലും നമ്മൾ ഒരു ഫ്രീ എഡ്യൂക്കേഷൻ എക്സ്പോ നടത്തുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ November 30th തന്നെ നിങ്ങൾക്ക് IELTS ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എക്സ്പോ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സും നമ്മൾ തരുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള എക്സ്പോസിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കൗൺസിലേഴ്സും അവിടെ ഉണ്ടാവും. ആൻഡ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ അന്നത്തെ ദിവസം ഉണ്ടാവും. സോ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തന്നെ അബ്രോഡ് സ്റ്റഡി ആഗ്രഹിക്കുന്നവർക്ക് November 25th കൊച്ചി ആൻഡ് November 26th തൃശ്ശൂർ മറക്കണ്ട. സോ ആപ്ലിക്കേഷൻ ടൈമിൽ IELTS ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സ്പാൻ ഇന്റർനാഷണൽ 16+ years കംപ്ലീറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി ആൻഡ് ഓസ്ട്രിയ മാത്രമല്ല USA, UK, അയർലൻഡ്, ഫ്രാൻസ്, സ്വീഡൻ, ഓസ്ട്രേലിയ, ഫിൻലൻഡ്, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളിലും അഡ്മിഷൻസ് നമ്മൾ ശരിയാക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ബിൻ പാർട്ട്നേർഡ് വിത്ത് more than 1,000+ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദ ഗ്ലോബ്. സോ ഈ ഫ്രീ എഡ്യൂക്കേഷൻ നേടാനായി നമ്മളുടെ കയ്യിൽ ഉറപ്പായിട്ട് ഉണ്ടാവേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റ്സ് ചെക്ക് ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സും ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും എല്ലാം നമുക്ക് ആവശ്യമാണ്. അത് അപ്പോസ്റ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോസ്റ്റലേഷൻ ചെയ്യാന്ന് പറയുന്ന ഒരു അറ്റസ്റ്റേഷൻ പ്രോസസ്സാണ്. അതിനുവേണ്ടി സ്പാൻ ഇന്റർനാഷണൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ IELTS സ്കോർ കാർഡ് നമുക്ക് വേണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് MOI വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്കിലും പതുക്കെ നമ്മൾ IELTS എഴുതിയെടുത്താൽ മതി. MOI എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചത് ഇംഗ്ലീഷിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആൻഡ് ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ LOR എന്ന് പറയും, ഫ്രം യുവർ പ്രീവിയസ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ്, നമുക്ക് 2 വേണ്ടി വരും. ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ യൂറോപാസ് CV. യൂറോപാസ് CV എന്ന് പറയുമ്പോൾ നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു CV ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പല വെബ്സൈറ്റിൽ നിന്ന് തന്നെ യൂറോപാസ് CV ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആൻഡ് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ്.
നിങ്ങൾക്ക് പല സ്ഥലത്തും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, വർക്ക് എക്സ്പീരിയൻസ്, പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ആൻഡ് ഓഫ് കോഴ്സ് യുവർ പാസ്പോർട്ട്. ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റീസിനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാസ്, യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്ബ്രഗ്. അപ്പോൾ ഇതെല്ലാം വളരെ ലെജൻഡറി ആയിട്ടുള്ള, വളരെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റീസാണ്. അലോങ് വിത്ത് ദാറ്റ് വേറെയും ചില നല്ല യൂണിവേഴ്സിറ്റീസിൻ്റെ പേരുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ആൻഡ് മൊത്തത്തിലുള്ള ഒരു പ്രോസസ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് ബ്രീഫായിട്ട് പറയാം. സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു, ആൻഡ് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സസ് നിങ്ങൾക്ക് തരുന്നു. സോ ആ കോഴ്സസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു. നമുക്കൊരു ചെറിയ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ് കളക്ഷൻ നമ്മൾ ചെയ്യുന്നു. ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുകയാണ്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് IELTS വേണ്ടെങ്കിലും പിന്നീട് IELTS എഴുതി നമുക്ക് കൊണ്ടുതരിക. എന്നിട്ട് അത് കഴിയുമ്പം നമുക്കൊരു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ ഓഫർ ലെറ്റർ ഒന്നെങ്കിൽ കണ്ടീഷണൽ ആവാം, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആവാം. അൺകണ്ടീഷണൽ എന്ന് പറയുമ്പം നമുക്ക് ഡയറക്റ്റ് ഇനി യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റിലേക്ക് നമുക്ക് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഇന്ന ക്രൈറ്റീരിയയും കൂടെ നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും. സോ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ പേയ്മെന്റ് നടത്തുകയാണ്. സോ ഫീ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ വെറും 750 euros മാത്രമേ ഓസ്ട്രേലിയയിൽ വരുന്നുള്ളൂ. സോ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RP കാർഡ് സബ്മിഷൻ ആണ്. റെസിഡന്റ് പെർമിറ്റ് കാർഡ് വേണം നമുക്ക് അവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ. സോ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ഡൽഹിയിൽ. ആൻഡ് ഓൾസോ RP കാർഡ് അപ്രൂവൽ നമുക്ക് ഇമെയിൽ ത്രൂ വരും. സോ ആ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് D വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. സോ വിസയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് അടുത്തത്. ആപ്ലിക്കേഷൻസ് ഡോക്യുമെന്റ്സ് വേണം, അക്കാഡമിക് ഡോക്യുമെന്റ്സ് വേണം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം. സോ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിസ അപ്പോയിൻമെന്റ്, മെയിൽ, വിസ ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോഗ്രാഫ്സ്, ബർത്ത് സർട്ടിഫിക്കറ്റ്സ്, PCC, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അക്കാഡമിക് ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ, ട്രാൻസ്ക്രിപ്റ്റ്, സർട്ടിഫിക്കറ്റ്സ്, +2ന്റെ, ബാച്ചിലേഴ്സിൻ്റെ, മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വേണം നമുക്ക്. നമ്മളുടെ CV, നമ്മളുണ്ടാക്കിയ CV, അതുപോലെ SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. ആൻഡ് ഓൾസോ എൻറോൾമെന്റ് ലെറ്റേഴ്സ്, പിന്നെ നമ്മൾ ലിവിങ് എക്സ്പെൻസ് കാണിക്കാനുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ അക്കോമഡേഷൻ പ്രൂഫ്. സോ ഇതിനിടയ്ക്ക് ചില കാര്യങ്ങളുണ്ട്. അതായത് അക്കോമഡേഷന് വേണ്ടിയും കൂടെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യണം. ആൻഡ് അതിനൊക്കെ നമ്മൾ സ്പാൻ ഇന്റർനാഷണൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബേസിക്കലി ഈ കാര്യങ്ങളൊന്നും തന്നെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എല്ലാം ഓൺ ടൈം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഒരു ഹാസൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. സോ നമ്മുടെ സർവീസിനെ കുറിച്ച് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ബിസിനസ് റേറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് റിസർച്ച് ചെയ്യുക, ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക. അവിടെ തന്നെ നമ്മുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗൂഗിൾ റിവ്യൂസ് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. സോ നമ്മുടെ സർവീസ് എങ്ങനെയാണെന്നുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് കൂടെ ജസ്റ്റ് പറയാം. പ്രൊഫൈൽ ഇവാലുവേഷൻ തൊട്ട് ടിക്കറ്റ് അസിസ്റ്റൻസ് വരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതായത് ഓഫർ ലെറ്റർ എടുക്കുക മാത്രമല്ല, എൻഡ് ടു എൻഡ് സർവീസസ് എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരും. സോ ഇറ്റ് ഈസ് ഓൾ ലിസ്റ്റഡ് ഹിയർ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ആൻഡ് മറക്കണ്ട, നവംബർ 25 എറണാകുളത്തും നവംബർ 26 തൃശ്ശൂരും നമ്മൾ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അന്ന് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സും ഉണ്ട്. സോ പ്രത്യേകിച്ച് 12th സ്റ്റാൻഡേർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക. 2025 ഇൻടേക്കിനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇപ്പം വരാൻ പോകുന്നത്. സോ നവംബർ 30 തന്നെ വിത്തൗട്ട് IELTS നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. സോ അത് മിസ് ചെയ്യാതിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കലണ്ടറിൽ സേവ് ചെയ്യുക. സോ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതായത് ഫ്രീ എൻട്രി ആയിരിക്കും നമ്മുടെ എക്സ്പോയിൽ. സോ അത് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും ഫ്രീ എൻട്രി ആയിട്ട് വരുന്നത്. So I hope this session was really informative for you and really hoping to see you all in our expo. അപ്പോൾ 25th and 26th നമുക്ക് നേരിട്ട് കാണാം. So this is Deepak Nair, business partner from Span International, the most trusted Europe study expert, signing off from today's session. So see you soon.